الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആനും അതുമായി വന്നിട്ടുള്ള മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. റുസുലൻ മുബശ്ശിരീന വ മുൻദിരീൻ അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ. എല്ലാ പ്രവാചകന്മാരും വന്നത് സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ടാണ്. ജനങ്ങൾക്ക് അള്ളാഹുവിനെതിരെ ഒരു തെളിവില്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇൽ അള്ളാഹു പറയും. അതായത് മരണാനന്തരം മനുഷ്യന് വരാൻ പോകുന്ന ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന കഠിനമായ ശിക്ഷകളെക്കുറിച്ച് നേരത്തെ അറിയിക്കും. അവിടെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അവർണ്ണനീയമായിട്ടുള്ള സുഖസൗകര്യങ്ങളെയും സന്തോഷങ്ങളെയും സ്വർഗത്തെയും കുറിച്ച് സന്തോഷ വാർത്ത നേരത്തെ അറിയിക്കും. എന്തിനാണ് ഈ നേരത്തെ അറിയിക്കുന്നത്? നേരത്തെ അറിയിക്കുന്നത് ചില അനുഭവത്തിൽ വരുമ്പോൾ മനുഷ്യനൊരു ഖേദം തോന്നാതിരിക്കാനാണ് അതെല്ലാം നേരത്തെ അറിയിക്കുന്നത്.
അപ്പോൾ നാളെ പരലോകത്ത് ആളുകൾ വിലപിക്കുന്ന ഒട്ടേറെ രംഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. ഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേൾക്കുകയും ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നരകക്കാരാകുമായിരുന്നില്ല എന്ന്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി. നരകത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ബന്ധുക്കളും കുടുംബങ്ങളും മാതാപിതാക്കളും ഒക്കെ സംഗമിക്കുമ്പോൾ ആ നരകത്തിൻ്റെ തീഷ്ണമായ അവസ്ഥകളെ കാണുമ്പോൾ അവിടെ ആഗ്രഹിച്ചു പോകും, ഞാൻ എൻ്റെ മക്കളെ കൊടുത്ത് എൻ്റെ ഇണയെ കൊടുത്ത് ലോകത്തുള്ള എല്ലാവരെയും കൊടുത്ത് എനിക്ക് ഈ നരകത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമെന്നാണ്. അപ്പം താക്കീതുകൾ അതിനു വേണ്ടിയിട്ടാണ്. അതേപോലെ സന്തോഷവാർത്ത അറിയിക്കുന്നതും പ്രതിഫലത്തെക്കുറിച്ചും അറിയിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ചെന്ന് ആ വിശാലമായ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യനൊരു ഖേദം തോന്നാതിരിക്കാനും എൻ്റെ ജീവിതം എനിക്ക് സാർത്ഥകമായി എന്നാശ്വസിക്കാനും സംതൃപ്തിപ്പെടാനും ഒക്കെ ആ സന്തോഷ വാർത്തകൾ ഉപകരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ താക്കീതുകളെ നമ്മൾ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടെ കാണുന്നു, അതിന് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് അറിയിച്ചിട്ടുള്ള സന്തോഷ വാർത്തകളെ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മഹാനുഗ്രഹങ്ങളെ നമ്മൾ അതിൻ്റെ വിലയോടും മഹത്വത്തോടും കൂടെ കാണും. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് ഇന്ന് ഇവിടെ തുടക്കത്തിൽ ഓതി. നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മഹത്വത്തിൻ്റെ ഒരു രാത്രിയെക്കുറിച്ച് അള്ളാഹു നമുക്ക് അറിയിച്ചു തരാൻ വേണ്ടി മാത്രമുള്ള ഒരധ്യായമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായം. അപ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നോക്കൂ നിങ്ങൾ. ഒരുപക്ഷെ പരലോകത്തെക്കുറിച്ചാണ് അള്ളാഹു ചോദിക്കൽ, വമാ അൽക്കാരിയ മൽക്കാരിയ വമാ അദ്റാക്കമൽക്കാരിയ, എന്താണ് കാര്യഅത്ത്, ആകെ മുട്ടി അലച്ച് ലോകം അവസാനിക്കുന്ന ആ ഏറ്റവും ഭയാനകമായ സംഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വമാ അദ്റാക്കാന്ന് ചോദിക്കുന്നത്. അതേ ചോദ്യമാണ് ഇന്ന അൻസൽനാഹു ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയോ? അത് സുഹൃത്തുക്കളെ, അത് എത്രമാത്രം മഹത്വമുള്ള ഒരു സന്ദർഭമാണ് എന്ന് പറയാനാണ് അള്ളാഹു പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക്കാണ്, ബർക്കത്തുള്ള ഒരു രാത്രി, അനുഗ്രഹീതമായ ഒരു രാവിനെയാണ് ആ വിശുദ്ധ ഖുർആനെ നാം ഇറക്കിയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതൊരു സമയമാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് പറയുന്നത്, അതായത് അസ്തമയത്തിൻ്റെയും പിറ്റേന്നത്തെ പ്രഭാതത്തിൻ്റെയും ഇടയിലുള്ള ഒരു രാത്രിയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ആ രാത്രി എന്ന് പറയുന്ന സമയത്ത് ഒരു മനുഷ്യനിൽ നിന്ന് ഒരു നന്മ സംഭവിച്ചു പോയാൽ, സൂര്യൻ ആ ഒറ്റയിട്ട രാവിൽ, ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ, അസ്തമയം മുതൽ ഉദയം വരെയുള്ള ആ സമയത്ത് ഒരു 10-12 മണിക്കൂറിനിടയിൽ എന്തെങ്കിലും ഒരു നന്മ ഒരു മനുഷ്യനിൽ നിന്ന് സംഭവിച്ചു പോയാൽ ലൈലത്തുൽ ഖദർ അല്ലാത്ത 1000 രാത്രിയിൽ അവൻ ആ പ്രവൃത്തി ചെയ്തതുപോലെ പരിഗണിക്കുമെന്നാണ്. ആലോചിച്ചു, ലൈലത്തുൽ ഖദർ അല്ലാത്ത 1000 രാത്രി ആ പ്രവൃത്തി ആ മനുഷ്യൻ ചെയ്താൽ എത്രമാത്രം പ്രതിഫലം അയാൾക്ക് ലഭിക്കുമോ, 1000 തവണ ആവർത്തിക്കപ്പെട്ട് ചെയ്താൽ എത്രമാത്രം പ്രതിഫലം അയാൾക്ക് ലഭിക്കുമോ അത്ര പ്രതിഫലം ലഭിക്കും ഈ രാത്രിയിലെ ഒരു പുണ്യത്തിന് എന്ന് അള്ളാഹു നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര ഗൗരവത്തോടു കൂടെ കാണണം എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞു, ഒറ്റയിട്ട രാവുകളിൽ പലതും കഴിഞ്ഞു, 21ഉം 23ഉം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് 25ഉം 27ഉം 29ഉം ഈ രാത്രികളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ആലോചിച്ചു നിങ്ങൾ, അങ്ങനെ വർഷത്തിൽ കാത്തിരുന്നു വരാവുന്ന ഒരു രാത്രിക്ക് അർഹിക്കുന്ന ഒരു പരിഗണനയും കാത്തിരിപ്പും കഴിഞ്ഞ രാവുകൾക്കൊക്കെ നമ്മൾ നൽകിയോ? ഇനി വരാൻ പോകുന്ന രാവിന് നമ്മളത് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒന്ന് പ്രതിഫലമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ രാത്രിയിലാണ് ഫീഹ യുഫ്രഖു കുല്ലു അംറിൻ ഹക്കീം, എല്ലാ കാര്യങ്ങളും ഒരു വർഷത്തെ നമ്മുടെ ഖളാ ഖദറുകളെ അള്ളാഹു തീരുമാനിക്കുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. അപ്പോൾ നമുക്കിനി ഒരു കൊല്ലം സംഭവിക്കാനുള്ള എല്ലാ നന്മ തിന്മകളും അള്ളാഹു എന്ത് ചെയ്യും? ഈ രാവിൽ ഈ വർഷത്തെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു സംഗതി അല്ലേ എന്ന് ആലോചിക്കുന്നത്. അതുകൊണ്ട് എന്തെല്ലാം നന്മകൾക്കൊരു പ്രത്യേക നിബന്ധനകളൊന്നും വെച്ചില്ല. എന്ത് നന്മയും അള്ളാഹു കൽപ്പിച്ച ഏത് നന്മ ആ രാത്രി സംഭവിച്ചാലും ഏറ്റവും പ്രധാനം രാത്രി നമസ്കാരമാണ്, നമുക്കറിയാൻ പറ്റും.
നമ്മളെല്ലാ ദിവസവും നിർവഹിക്കുന്ന ഈ തറാവിഹ് നമസ്കാരം, മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ, അവൻ്റെ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കുന്നതാണ്. മറ്റൊരു കാര്യം പ്രാർത്ഥനയാണ്. നല്ല ഏറ്റവും നന്നായി അള്ളാഹുവോട് നമ്മൾ വാശി പിടിച്ച് നമ്മുടെ കാര്യങ്ങൾ പറയേണ്ട ഒരു സന്ദർഭമാണത് പ്രത്യേകിച്ച് പാപമോചന പ്രാർത്ഥനകൾ. മറ്റൊന്ന് തിലാവത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ്. നമ്മളൊരു പക്ഷേ കഴിഞ്ഞ 20 ദിവസങ്ങളിൽ പാരായണം ചെയ്തതിനേക്കാളും ഈ 10 ദിവസങ്ങളിൽ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും ആ ഒറ്റയിട്ട രാവുകളിൽ ഇത് പാരായണം ചെയ്യുമ്പോൾ അതിന് പ്രത്യേക പുണ്യമുണ്ട്. അപ്പോൾ ഒന്ന് വിശുദ്ധ ഖുർആൻ്റെ പാരായണം ഒന്ന് വർദ്ധിപ്പിക്കാൻ, അതേപോലെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ തദബ്ബുർ ചെയ്യുക, അതൊന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഒരു പരിഭാഷയൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ട് കുറച്ചൊക്കെ ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ളൊരു ശ്രമം കൂടെ നടത്തുക. അതും ഈ സന്ദർഭങ്ങൾ ഏറ്റവും പുണ്യമായ കാര്യം. പിന്നെ എഴുത്തിക്കാപ്പാണ്. പള്ളിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കഴിയുന്ന അത്ര സമയം, ഇനി 10 ദിവസം ഒന്നും ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഒറ്റ രാവുകളിൽ മാത്രമാണ് ഇരിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ കഴിയുന്ന അത്ര സമയം പള്ളിയിൽ കഴിച്ചു കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ സ്വതക്കകളാണ്. സ്വതക്കകൾ എന്തെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാവുകളിൽ കൊടുക്കാനും അത് പരമാവധി നമ്മൾ അതിനൊരു സംഖ്യ നീക്കി വെച്ച് അത് ചിലവഴിക്കാനും. മറ്റേ തഫ്തീറു സായിമീനാണ്. അതേമാതിരി നോമ്പ് തുറപ്പിക്കുക, അതും ഈ സന്ദർഭങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ചെയ്യുമ്പോൾ അതിനൊക്കെ പുണ്യങ്ങളുണ്ട്. അപ്പോൾ എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റൂ അതെല്ലാം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ഈ അവസാനത്തെ 10 വിശേഷിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ടല്ലോ, അഥവാ അത് ലൈലത്തുൽ ഖദർ ആണ് എന്ന് എനിക്ക് അലിംതു അയ്യ ലൈലത്തിൻ, ഏത് രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ എന്ന് ഞാൻ അറിയുകയാണെങ്കിൽ മ അഖൂലു ഫീഹ, ഞാൻ അതിൽ എന്താണ് പറയേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ എല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ എന്ന ഒരു ഗുണം, എന്നൊരു നാമം അല്ലാഹുവിനുണ്ട്. അതുകൊണ്ട് നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് വിട്ടുവീഴ്ച തരാം. അപ്പോൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് സഹോദരങ്ങളെ ഈ പാപമോചനം, ഇസ്തിഗ്ഫാർ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളാണ്. നമ്മൾ അനുഭവിക്കുന്ന മിക്കവാറും കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ തെറ്റുകൾക്ക് വരും. അപ്പോൾ മനുഷ്യന് എന്തെങ്കിലും ദുരന്തവും വരികയാണെങ്കിൽ അത് മുഴുവൻ തെറ്റുകൾ കൊണ്ട് മാത്രമേ വരുള്ളൂ എന്നാണ്. പരീക്ഷണങ്ങൾ വരും. ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകന്മാർക്ക് വന്നതുകൊണ്ട് പരീക്ഷണങ്ങൾ. പക്ഷേ നമ്മൾക്ക് തന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും അള്ളാഹു തന്നിട്ടുള്ളത് ഇഹലോകത്തും പരലോകത്തുള്ള അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഹലോകത്തും പരലോകത്തുമുള്ള അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ആണ് അള്ളാഹു നമ്മളെ പലതും നിരോധിച്ചത്. അപ്പോൾ ആ നിരോധങ്ങൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അനന്തരഫലം ഉണ്ടാവും. അതിനൊരു അനന്തരഫലം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. എന്ത് കാര്യമാണെങ്കിലും അള്ളാഹുവും റസൂലും കൽപ്പിച്ച എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ അത് ചെയ്താൽ അതിനൊരു അനന്തരഫലം ഉണ്ടാകും. അതുകൊണ്ട് ആ തെറ്റുകൾ നമ്മൾ സാധാരണഗതിയിൽ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ നമ്മളെത്ത് സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് എന്ത് ചെയ്യണത്, മനപ്രയാസങ്ങളായി രൂപപ്പെട്ടു വരുന്നത്. നമ്മളെത്ത് സംഭവിച്ച സ്ഖലിതങ്ങളാണ് നമ്മളെ ആകുലപ്പെടുത്തുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, വ്യസനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന മനോവിഷമങ്ങളെല്ലാം നമ്മളെത്ത് വന്ന വീഴ്ചകളാണ്. ആ വീഴ്ചകളൊക്കെ എന്തുകൊണ്ടത് വീഴ്ചയാവുന്നത്? നമ്മൾ നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് എതിരായതുകൊണ്ട്. എല്ലാ രംഗത്തും മനുഷ്യൻ സംഭവിക്കും. നമ്മുടെ ബന്ധങ്ങളിൽ വരാം, അല്ലേ? നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, നമ്മുടെ കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം, അതിൽ നമുക്ക് തെറ്റ് സംഭവിക്കാം. നമ്മുടെ വൈകാരിക മേഖലകളിൽ നമുക്ക് തെറ്റ് സംഭവിക്കാം. നമ്മുടെ വികാരങ്ങളിൽ, സ്വകാര്യ ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ വരാം, നമ്മുടെ വാക്കുകളിൽ വരാം, നമ്മുടെ നോട്ടങ്ങളിൽ വരാം. തെറ്റുകൾ സംഭവിക്കാത്ത മേഖലകൾ ഏതാണ്? ഈ തെറ്റുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ എന്ത് ചെയ്യുന്നു? അസ്വസ്ഥമാക്കുന്നു. ഇത് പരിഹരിച്ചാൽ നമ്മുടെ ഇഹലോകവും പരലോകവും പരിഹരിക്കപ്പെടുന്നുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് തെറ്റുകളെ പരിഹരിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനുഷ്യന് അള്ളാഹു തെറ്റും ശരിയും അത്ര കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹദൈനാഹു നജ്ദൈന്, നജ്ദ് പറഞ്ഞത് പൊങ്ങി നിൽക്കുന്ന, മല പോലെ പൊങ്ങി നിൽക്കുന്ന, വ്യക്തമായി കാണുന്ന 2 വഴികളെ നാം മനുഷ്യന് കാണിച്ചു കൊടുത്തു. നന്മയും തിന്മയും അറിയാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല. അത്ര വ്യക്തമായിട്ട് അള്ളാഹു വഴി കാണിച്ച് തന്നിട്ടുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഏതാണ് അധർമ്മം, ഏതാണ് ധർമ്മം എന്ന് അള്ളാഹു വളരെ വ്യക്തമായി
നമ്മുടെ മനസ്സുകൾക്ക് കാഴ്ചപ്പാട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെങ്കിലും പലപ്പോഴും നമ്മുടെ ദേഹേച്ഛകൾ, ഭൗതികമായ താല്പര്യങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റുകളിൽ നിന്ന് മനുഷ്യന് തിരിച്ചു വരാനുള്ള ഏറ്റവും വലിയ പ്രചോദനമാണ് പാപമോചനം. നിങ്ങൾ ആലോചിച്ചോക്ക്, നിങ്ങൾ ഇതുവരെ നമ്മളെത്ത് സംഭവിച്ച ഒരു തെറ്റും പൊറുക്കൂല, അതിനൊക്കെ എന്തായാലും ശിക്ഷ അനുഭവിക്കണം. അതാണ് അള്ളാഹുവിൻ്റെ തീരുമാനമെങ്കിൽ ആർക്കെങ്കിലും നന്നാകാൻ തോന്നും. എന്തായാലും ഞാനിപ്പോൾ ഈ ചെയ്തതിനൊക്കെ ഞാൻ പോണല്ലോ, അതുകൊണ്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. എന്നാലോചിച്ച് നിങ്ങളൊരു മനുഷ്യൻ വിചാരിക്കുകയാണെങ്കിൽ അവൻ ഇന്ന് ജനിച്ചൊരു കുഞ്ഞിനെ പോലെ പരിശുദ്ധനാകാൻ അവൻ്റെ പാപമോചനം കൊണ്ട് സാധ്യമാകുന്ന ഒരു വിശാല കാരുണ്യാണ്. അത് അള്ളാഹ് സ്വീകരിച്ചിരിക്കുകയാണ് അള്ളാഹിൻ്റെ പേരായിട്ട്. ഞാൻ ഗഫാറാണ്. ഗഫൂർ എന്നുള്ള പറയുന്നുണ്ട്. ഗഫാർ എന്താ? അത്യധികമായി പുറത്തു കൊടുക്കുന്നവനാണ്. ലിമൻ താബ, ഖേദിച്ചു മടങ്ങുന്നവന്. ആമന, അവൻ്റെ ഈമാൻ ശരിയാക്കി അവൻ നല്ല പ്രവാമില സ്വാലിക നല്ല പ്രവർത്തനങ്ങളുമായി വന്ന് സുമ്മഹ്തദ, പിന്നെ അവൻ നേരെ ചൊവ്വെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അവൻ്റെതെല്ലാം ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. തങ്ങളോട് അത്യധികമായി തെറ്റുകൾ ചെയ്തു പോയവരെ നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരണത്തിൽ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തേറുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനെല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന്. എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണെന്നറിയാം അള്ളാഹു നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുന്നത്. അത്ഭുതമാണ്. ഖുർആനും ഹദീസും നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മളെ പാപം പരിഹരിക്കാൻ വേണ്ടി അള്ളാഹു വെച്ച മാർഗങ്ങൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത മനസ്സിലാകും. അതിലാദ്യം പരിഗണിക്കുന്ന തരങ്ങൾ ശിർക്കുണ്ടാകാൻ പറ്റില്ല. ശിർക്കുണ്ടെങ്കിൽ പാപമോചനം കൊണ്ട് ഫലമല്ല. നമ്മൾ എത്ര തന്നെ നന്മ ചെയ്ത് എത്ര തന്നെ തൗബ ചെയ്ത് ചെന്നാലും ശിർക്കുള്ള ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം, തൻ്റെ ഈമാനുമായി ഒരുത്തൻ അക്രമത്തെ ശിർക്കിനെ ചേർത്തിട്ടില്ലെങ്കിൽ അവർക്ക് നിർഭയത്വമുണ്ട് എന്നാണ്. മാത്രമല്ല യബ്ന ആദം, ആദമിൻ്റെ പുത്ര മനുഷ്യ, ലൗ അതൈതനി ബി ഖുറാബിൽ അർദി ഖത്തായ, ഭൂമിയുടെ അത്ര തൂക്കം പാപങ്ങളുമായി നീ എൻ്റെ അടുക്കൽ വരുന്നു, തുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅൻ, പക്ഷെ എൻ്റെ അടുത്ത് നീ വരുമ്പോൾ നീ ശിർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലഅതൈതുക ബി ഖുറാബിഹാ മഗ്ഫിറ, അത്ര തന്നെ പാപമോചനവും ഞാൻ നിനക്ക് തരുന്നതാണ്. നിൻ്റെ പാപത്തിൻ്റെ തൂക്കമനുസരിച്ചുള്ള പാപമോചനമായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് വരും. നിന്നെ ഞാൻ സ്വർഗത്തിലെത്തിക്കുന്ന അള്ളാഹ് നമുക്ക് തരുന്ന ഉറപ്പാണ്. മറ്റൊന്ന്, പുറത്തു തരാൻ വേണ്ടി അള്ളാഹിനോട് മനസ്സ് തട്ടി പറയാം. എന്നാ ഇസ്തിഗ്ഫാർ എന്ന് മനസ്സുണ്ട്. നമ്മൾ പറയണം. പറയുന്നുണ്ട് വിചാരിച്ചാൽ പോരാ. എവിടെയെങ്കിലുമൊക്കെ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ ഒരു 100 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 70 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ എന്താ പ്രയാസം? മനസ്സ് തട്ടി അള്ളാഹുവോട് പാപമോചനം തേടണം. എത്ര സ്ഥലത്താണ് ഖുർആൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ. വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹുവോട് നിങ്ങൾ പാപമോചനം തേടുക. അള്ളാഹ് എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നതാണ്. വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സ ثم يستغفر الله يجد الله غفورا رحيما. പാപങ്ങൾ ചെയ്ത ആൾ അവൻ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ പാപങ്ങൾ പൊറുക്കുന്നവനായിട്ട് കാണാൻ പറ്റും എന്നാണ്. എത്രയോ സ്ഥലത്ത് അള്ളാഹു ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ പാപം പൊറുക്കാനുള്ള മാർഗ്ഗമാണ് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹിനെ സൂക്ഷിക്കുക. നമുക്ക് വളരെ സ്വകാര്യ നിമിഷങ്ങൾ തിന്മ ചെയ്യാൻ മുന്നിൽ വന്നു പെടുമ്പോഴും പടച്ചോനെ പേടിച്ച ഒരാളത് ചെയ്യാതിരുന്നാൽ ആ ഭക്തിബോധമുണ്ടല്ലോ, സൂക്ഷ്മത, അത് നമ്മളെ മറ്റു പാപങ്ങൾ കൂടെ പൊറുക്കാൻ കാരണമായി തീരുന്നതാണ്. ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു തുറവി തരും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാപങ്ങളെ അവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അതേപോലെ ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങൾ, അതേപോലെ തന്നെ ബാങ്കിൻ്റെ സന്ദർഭങ്ങൾ, അതേപോലെ ജുമാൻ്റെ സന്ദർഭങ്ങൾ, ധാരാളം സന്ദർഭങ്ങൾ. പിന്നെ നമ്മൾ സാധാരണ പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇക്കാമത്ത് കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം വളരെയധികം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും.
പണ്ഡിതന്മാരുടെ ചർച്ച തന്നെ ഉണ്ട്. അപ്പോൾ ഖുർആൻ ഓതാണോ വേണ്ടത്, പ്രാർത്ഥിക്കാണോ വേണ്ടത് എന്നാണ്. ഏറ്റവും ഫലപ്രദമായത് ഏതാണെന്ന് പല ആളുകളും പറഞ്ഞ് പ്രാർത്ഥിക്കാണ് വേണ്ടത്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും നല്ല സന്ദർഭങ്ങളാണെന്നാണ്. അമ്മ യുജീബുൽ മുൽത്തറ ഇതാ, നമ്മളെ ഇടങ്ങേറായി വിളിച്ചാൽ അള്ളാഹു നമ്മുടെ വിളിക്കെന്ത് ചെയ്യും, ഉത്തരം തരുന്നതാണ്. മറ്റൊന്ന് പാപമോചനത്തിൻ്റെ വഴിയായി പറഞ്ഞാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക. പരമാവധി സുന്നത്തുകൾ നമ്മൾ പാലിക്കുക. മനസ്സിലായി? സഫിലൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ കൃത്യത പാലിക്കുക. നമ്മുടെ വേഷത്തിലും രൂപത്തിലും നമസ്കാരങ്ങളിലൊക്കെ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അതാണ്, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ പിൻപറ്റുക. അങ്ങനെയാണെങ്കിൽ എന്നെ പിൻപറ്റിയാൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്നാണ്. എത്രയെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ച, മറ്റുള്ളവർക്ക് നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കുമ്പോൾ, അതേമാതിരി സമ്പത്ത് ചിലവഴിക്കും. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ് സറാഇ വൽ ളറാഇ. ചിലവഴിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ക്ഷമിക്കുന്ന ആളുകൾ, കോപം അടക്കി വെക്കുന്ന ആളുകൾ, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച കൊടുക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നതാണ് പാപമോചനം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപമോചനം ലഭിക്കാൻ അള്ളാഹു ഒന്ന് ഒന്നെടുക്കുന്ന സമയത്തൊന്ന് കരുതി, ആ കഴുകേണ്ട പോലെയൊക്കെ ഒന്ന് കഴുകി പൂർത്തിയായി കഴുകിയാൽ, അങ്ങനെ ഒരാൾ ഒളു ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവൻ്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു പോകാൻ എന്താണ്, ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞു. പിന്നെ ഉളുവിന് ശേഷം ഒരാൾ 2 റക്അത്ത് ഉളുവിൻ്റെ സുന്നത്ത് നിസ്കരിച്ചാൽ അവനെക്കുറിച്ച് പറയുന്നതും അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നുണ്ട്. ധാരാളം സന്ദർഭങ്ങൾ പാപമോചനത്തിനായി നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ റമളാനിലെ നോമ്പ് പാപമോചനത്തിനാണ്, റമളാനിലെ രാത്രി നമസ്കാരം പാപമോചനം ലഭിക്കുന്നത്. അതുകൊണ്ട് പാപങ്ങളില്ലാതെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. പാപങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി അള്ളാഹുവോട് പശ്ചാത്തപിക്കുക. സുഹൃത്തുക്കൾ, നമുക്ക് എല്ലാവർക്കും പറ്റും. ഇതുവരെ കൊണ്ടുനടന്ന എല്ലാ തെറ്റും അവസാനിപ്പിച്ച് ഇനിയുള്ള ജീവിതകാലം നല്ലതൊക്കെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. അതിനകത്ത് നല്ലതായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോടാകണം നമ്മുടെ ബന്ധം. അതാണ് ഏറ്റവും പ്രധാനം. അവരെ നമുക്ക് നന്മക്ക് പ്രചോദനം നൽകുള്ളൂ. എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്യുന്ന ആളുടെ കമ്പനിയിൽ നിന്നിട്ട് നന്നാവണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. അതങ്ങനെയാണ് കഴിഞ്ഞു പോവുകയും ചെയ്യുള്ളൂ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലാതെ പൂർണ്ണമായൊരു മാറ്റം ഉണ്ടാവും. അതേമാതിരി ഉത്ബോധനങ്ങൾ കേൾക്കണം. എത്ര അറിവുള്ള ആളാണെങ്കിലും ഉത്ബോധനങ്ങളും ക്ലാസ്സുകളും സംസാരങ്ങളും കുത്തുബകളും ഒക്കെ കേൾക്കാൻ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള അറിവ്, മതപരമായ അറിവുകൾ നമ്മൾ നേടണം. അങ്ങനെ മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് ഒരു നല്ല മനുഷ്യനായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും. അത്തരം ഒരു മാറ്റത്തിനും പാപങ്ങൾ പരിഹരിക്കാനുമുള്ള നല്ല സന്ദർഭമായി അവസാനത്തെ 10 ഉപയോഗിക്കാം. അള്ളാഹു അതിൻ്റെ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, സക്കാത്തുൽ ഫിത്ർ സക്കാത്ത് നമ്മൾ വളരെ ഗൗരവത്തോട് ഫറള റസൂലുള്ളാഹി എന്നവൻ അള്ളാഹിൻ്റെ റസൂൽ നിർബന്ധമാക്കിയ കാര്യം. നമ്മൾക്ക് പെരുന്നാൾക്ക് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള അരി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, അതിൽ മെച്ചമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ചെറിയ കുട്ടികളാണെങ്കിലും, ഇന്ന് പ്രസവിച്ച കുട്ടികളാണെങ്കിലും, ആർക്കാണെങ്കിലും നമ്മളത് നൽകണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കൊടുക്കൽ എല്ലാവരും കൊടുക്കും. അതിലേറ്റവും അപകടകരമായി കാണേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് ഈ അർഹതയില്ലാത്തൊരു വാങ്ങരുത്. അത് വളരെ പ്രധാനപ്പെട്ട. പണ്ട് സക്കാത്തുൽ ഫിത്ർ എന്ന് പേരുള്ളത് കൊണ്ട് സക്കാത്തിന് അവകാശികൾക്ക് മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. ഇനി അതൊന്നുമില്ലെങ്കിലും എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച കാര്യമാണെന്ത്, അത് തുഹ്റത്തൻ ലിസ്സായിമി വ തുഅമത്തൻ ലിൽ മസാകിൻ, മിസ്കീന്മാർക്കുള്ള ഭക്ഷണമാണ് എന്ന് അതിനെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോടെ കൊടുക്കും. ഇത് നാട്ടിലൊക്കെ എങ്ങനെ ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് കൊടുക്കും, അയാൾ തന്നെ ഇങ്ങോട്ടും വാങ്ങും, അങ്ങനെ പരിപാടി. അതിനൊന്നും ഒരു വകുപ്പില്ല. ഇതെന്ന് പറഞ്ഞാൽ നിവൃത്തില്ലാത്ത ആളുകൾ കൊടുക്കാൻ. അപ്പോൾ അവിടെ വാങ്ങാൻ ആരാൾ? സഹോദരൻ, നമ്മൾ കൊടുക്കാൻ പറഞ്ഞ ഭക്ഷണം ഏതാരെങ്കിൽ എത്ര കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ മുഖ്യ ഭക്ഷണമാണ്. മനസ്സിലായി? ഒരു ചാക്ക് അരി കിട്ടിയാൽ ഒരാൾക്ക് ഒരു വർഷം ഉപയോഗിക്കാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. സൂക്ഷിച്ച് വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കത് ഒരാൾക്ക് അർഹതപ്പെട്ട് കൊടുക്കുക. നിങ്ങൾ 100 ആളെ തിരഞ്ഞു പോകുന്നു വേണ്ട, ഒരു 5-8 ആൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അവർക്കത് ഉപകാരപ്പെടുന്ന രൂപത്തിൽ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് വളരെ കൃത്യമായി വിതരണം ചെയ്യാൻ ശ്രമിക്കണം. അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കാൻ നമ്മളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
മറ്റു റമദാനുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ റമദാനിൽ കൂടുതൽ തഖ്വയുള്ളൊരു ജീവിതം റമദാനിന് ശേഷവും റമദാൻ്റെ അവസാനത്തിലും നയിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹു യുദ്ധത്തിൻ്റെ ഭീതിയിലാണ് ലോകത്തെ എല്ലാ ജനങ്ങളും. അത് അവസാനിക്കുവാനും ആശ്വാസകരവും സമാധാനകരവുമായ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം. അവരുടെ പാപങ്ങളെ നീ പൂർത്തു കൊടുക്കണമേ റഹ്മാനെ. വലിയൊരു ജീവിത മാറ്റത്തോടുകൂടെ റമദാനിന് ശേഷം മരണം വരെയുള്ള ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. അള്ളാഹുവെ ഭയാനകമായ നിന്റെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെല്ലാവരും നീ കാത്തുരക്ഷിക്കണമെന്നാണ്. അള്ളാഹു നിൻ്റെ വിശാലമായ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനും അതിൻ്റെ എല്ലാ കവാടങ്ങളിലൂടെയും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على